ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തിരിവ് ചുമത്തി വ്യാപാരയുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിയും ദ്രവീകൃത പ്രകൃതിവാതകത്തിനും 15%, എണ്ണയ്ക്ക് 10% ചൈന തിരിവ് ഏർപ്പെടുത്തി. അമേരിക്ക ആസ്ഥാനമായ ആഗോള സെർച്ച് എഞ്ചിൻ ഭീമൻ ഗൂഗിളിനെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25%, ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% തിരിവ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നാലെ കാനഡയും മെക്സിക്കോയും അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് സമാനമായി തിരിവ് ഏർപ്പെടുത്തിയിരുന്നു. ഇരു രാജ്യവും ശക്തമായി പ്രതികരിച്ചതോടെ ട്രംപ് നിലപാട് മയപ്പെടുത്തി. അധിക തിരിവ് പ്രാബല്യത്തിലാക്കുന്നത് 30 ദിവസം വൈകിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ടങ്സ്റ്റൺ അടക്കമുള്ള ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും ചൈന തീരുമാനിച്ചിട്ടുണ്ട്. കാൽവിൻ ക്ലെയിൻ, ഇലുമിന ടോമി, ഹിൽഫിഗർ തുടങ്ങി ഭീമൻ കമ്പനികളുടെ ഉടമസ്ഥരായ അമേരിക്കൻ സ്ഥാപനം PVH കോർപ്പറേഷനെ ചൈന വിശ്വാസയോഗ്യമല്ലാത്ത കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. കമ്പോള നിയന്ത്രണ ചട്ടലംഘനത്തിനാണ് ഗൂഗിളിനെതിരെ അന്വേഷണം ഉണ്ടാകുക. ചൈനയിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വിലക്കുണ്ടെങ്കിലും സ്ഥാപനം പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുമായി വ്യാപാരയുദ്ധം തുടങ്ങി അമേരിക്കയുടെ നടപടി ഓഹരി വിപണിയിലടക്കം അലയൊലികൾ സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ അമേരിക്കയ്ക്ക് ചൈന തക്ക തിരിച്ചടി നൽകിയത് ഇന്ത്യൻ വിപണിയിൽ ആരോഗ്യകരമായി പ്രതിഫലിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച US ഡോളറിനെതിരെ 57 പൈസയുടെ നഷ്ടം നേരിട്ട രൂപ ചൊവ്വാഴ്ച നില മെച്ചപ്പെടുത്തി. ഇന്റർബാങ്ക് ഫോറക്സ് വിപണിയിൽ രൂപ 13 പൈസ നേട്ടത്തിൽ 87.07 എന്ന നിരക്കിൽ വ്യാപാരം അവസാനിപ്പിച്ചു.